ഏലക്ക വില തുടർച്ചയായി ഇടിഞ്ഞതോടെ വേനൽക്കാലത്ത് വലിയ പരിചരണം നൽകി ഏലച്ചെടി സംരക്ഷിച്ച കർഷകർക്ക് കൈപ്പൊള്ളി. ഏപ്രിൽ ആദ്യവാരം ഏലത്തിന് 2800 രൂപയോളം ശരാശരി വില ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ലേലത്തിൽ 2097 രൂപയാണ് ഏലക്കായ്ക്ക് ശരാശരി വില ലഭിച്ചത്. ഇതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ 2000 രൂപയ്ക്കാണ് വ്യാപാരികൾ ഏലക്ക ശേഖരിക്കുന്നത്. കഴിഞ്ഞ വേനലിൽ ഏലച്ചെടികൾ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചിരുന്നു. ഭൂരിഭാഗം കർഷകരും പുതുകൃഷിയാണ് ഇറക്കിയത്. ഈ വർഷം വേനൽ മഴ ഏലം കൃഷിക്ക് അനുകൂലമായി. വേനൽ മഴയെ തുടർന്ന് ഉൽപാദനം ഉയരാനുള്ള സാധ്യത നിലനിർത്തി ലേല ഏജൻസികളും വൻകിട വ്യാപാരികളുമാണ് വിലയിടിക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. ഇതോടെ കഴിഞ്ഞ വേനലിൽ വൻ തുക മുടക്കി ഏലച്ചെടികൾ സംരക്ഷിച്ച കർഷകർക്ക് മുടക്കുമുതൽ പോലും ലഭിക്കില്ലെന്ന അവസ്ഥയിലായി. 2023 ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു. ഇതാണ് ചൂട് കൂടിയതോടെ കഴിഞ്ഞ വർഷവും കർഷകർ ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങുകയും ചെയ്തിരുന്നു. കർഷകരിൽ പലരും തോട്ടങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് മൂടാൻ തുടങ്ങി. ഇതിനിടെ ഗ്രീൻ നെറ്റിന്റെ ക്ഷാമം നേരിടുകയും വില ഇരട്ടിയാവുകയും ചെയ്തു. ഗ്രീൻ നെറ്റ് വില വർദ്ധിച്ചതോടെ ചെറുകിട കർഷകർക്ക് വലിയ ബാധ്യതയാണ് ഉണ്ടായത്. ഉണക്കെ ബാധിച്ച് ഏലം കർഷകരുടെ എല്ലാ നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിലെ എല്ലാവരുടെയും തോട്ടം തന്നെ പൂർണ്ണമായിട്ട് നശിച്ചുപോയി. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും കൃഷി ഇറക്കി കർഷകരെല്ലാം കൃഷി ഇറക്കി. ഇപ്പോൾ നിലവിലെല്ലാം നല്ല കാലാവസ്ഥയാണ്, ഏലത്തിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം ഏലം ഉണങ്ങിയ സമയത്ത് ന്യായമായ വില ലഭ്യമാകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഉൽപ്പാദനം എടുക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ കൂപ്പുകുത്തുകയാണ് ഏലത്തിൻ്റെ വില. അത് കർഷകരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. കാരണം ഇതിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള വിഷത്തിൻ്റെ അല്ലെങ്കിൽ കീടനാശിനിയുടെ വില വർധനവ്, വളങ്ങളുടെ വില വർധനവ്, കൂലി വർധനവ്, ഇതെല്ലാം കൊണ്ട് തന്നെ ഏലം കർഷകർക്കെല്ലാം ഭയങ്കര തിരിച്ചടിയാണ് ഈ വിലക്കുറവ്. ചെറുകിട കർഷകരിൽ പലർക്കും ജലസേചന സൗകര്യങ്ങളോ പടുതാക്കുളങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇതോടെ പലരും ടാങ്കറുകളിൽ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങി ജലസേചനം നൽകേണ്ടി വന്നു. ഇങ്ങനെ വൻ തുക മുടക്കി കൃഷി സംരക്ഷിച്ച കർഷകർക്കാണ് വിലയിടിവ് നേരിടേണ്ടി വരുന്നത്. വേനൽ മഴയെ തുടർന്ന് വരും വിളവെടുപ്പുകളിൽ വില ഉയരുമെന്ന സൂചനയെ തുടർന്നാണ് വൻകിട കമ്പനികൾ വിലയിടിക്കുന്നത്. വളത്തിന്റെയും കീടനാശിനിയുടെയും വിലയിടിവിൽ നട്ടം തിരിഞ്ഞ കർഷകർക്ക് ഏലത്തിന്റെ വിലയിടിവ് ഇരുട്ടടിയായിരിക്കുകയാണ്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.